കാസ്റ്റിംഗ് കൗച്ച് ആ ഒരു ടൈമിൽ ഇപ്പോഴും നമ്മൾ അത്ര നേരിടുന്നില്ല. പഴയ ആൾക്കാർ, പഴയ സംവിധായകരെ കുറിച്ചാണ് ഇതുപോലെ ഒരുപാട് അലിഗേഷൻസ് വരാറ്. അപ്പോൾ ചേച്ചിക്ക് അതുപോലെ ഇത്രയും കാലം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം എന്നല്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നതും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എന്നും എല്ലായിടത്തും സ്ത്രീയും പുരുഷനും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ അന്നു മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഏത് വഴി ചൂസ് ചെയ്ത് പോകണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഏത് രീതിയിൽ വേണം നമ്മൾ ഈ ജോലിയിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഇത് ഫിലിം ഇൻഡസ്ട്രി ആയാലും ശരി, ഞാൻ IT മേഖലയിൽ നിൽക്കുകയാണെങ്കിലും ശരി, മറ്റേതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ആരുടെയെങ്കിലും എന്താ പറയുക പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊരു ജോലി ചെയ്യുകയാണെങ്കിൽ കൂടിയും അത് അവിടെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും നമുക്ക് തന്നെയാണ്. അതിന് ഏത് കാസ്റ്റിംഗ് കൗച്ചായാലും എന്തുമായാലും. അല്ല, പക്ഷേ നമ്മുടെ വലിയ ലെജൻസിന്റെ പേരിലൊക്കെ വരുന്ന സമയത്ത്, സിദ്ദിഖേട്ടന്റെ പേരിലൊക്കെ ഹേമ കമ്മിറ്റി ടൈമിൽ ഒരുപാട് അലിഗേഷൻസ് വന്നു. പക്ഷെ അതിനുശേഷം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരു നിയമം പോലെ അതൊരു ന്യൂസായി, പിന്നെ തന്നെത്താൻ അത് ആ ഒരു ന്യൂസൊക്കെ മാഞ്ഞു പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ എല്ലാവരും വളരെ സജീവമായിട്ട് ഫിലിമിലും ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാരുടെ പൊടി പോലും കാണാനില്ല. പക്ഷെ അവർ കറക്റ്റായിട്ട് തെളിയാത്തത്, ഇപ്പം നിവിൻ പോളിയുടെ ഒക്കെ തെളിയാത്ത ഫോൾസ് അലിഗേഷനാന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ട്രൂ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെയും വന്നിട്ടുണ്ട്. പിന്നെ അതിന് അഗെയിൻസ്റ്റ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. വീണ്ടും അവരൊക്കെ അവിടെ തുടരുന്നു. ആരാ ആക്ഷൻ എടുക്കണ്ട? ആക്ച്വലി ഈ നമ്മുടെ സിദ്ദിഖേട്ടനെ കുറിച്ച്, ആക്ഷൻ ഇതിന്ന് ഇപ്പൊ അമ്മയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് ആക്ഷൻ എടുക്കേണ്ടത്. അല്ല, അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പേരിൽ തന്നെയാണല്ലോ. അപ്പോ അതുപോലെ ഒരു അലിഗേഷൻ അത് എന്താ പറയാ, നിയമപരമായിട്ട് പ്രൂവ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളല്ലേ, അതൊന്നും ആയിട്ടില്ലല്ലോ. ഓക്കെ, അല്ലേ? അതെ. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഞാനൊരു കുറ്റം ചെയ്ത അത് പിന്നെ നിയമപരമായിട്ട് അത് പ്രൂവ് ആയി, കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ചെയ്തോ ഇല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട നിയമമാണ്. നമുക്കൊരു ലീഗൽ സംവിധാനങ്ങളില്ലേ? ഇല്ലേ? ഉണ്ട്. നിയമവ്യവസ്ഥയില്ലേ? അവിടല്ലേ തീരുമാനമാവേണ്ടത്. നിയമവ്യവസ്ഥയോട് വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെല്ലാ നിയമവ്യവസ്ഥയിൽ എന്താ പറയാ ഉൾപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അതെ. അപ്പൊ അല്ലാതെ നമ്മൾ ആരും അല്ല ഒന്നും അതിനൊക്കെ അതിൻ്റെതായ വഴിയില്ലാത്ത. പക്ഷെ നിങ്ങളൊക്കെ അതിലുള്ള ടൈമിൽ അതൊക്കെ കേട്ടപ്പം വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ച് മോശമായിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ആൾക്കാർ പറയെടുക്കുകയും ചെയ്തപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളും ജോലി ചെയ്യുന്ന സ്ഥലമാണത്, അല്ലേ? അപ്പം അതിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ഇങ്ങനെ ഒന്നടങ്കം പബ്ലിക്കലി മോശമായി ചിത്രീകരിക്കുകയും പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇത്രയും ഇതൊക്കെ അത് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഇൻഡസ്ട്രി മോശമെന്ന് ഞാൻ പറയില്ല കേട്ടോ. എൻ്റെ അനുഭവം വെച്ച് ഏറ്റവും സുരക്ഷിതമായി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെയല്ല, ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ അവർക്ക് സീനിയർ ആക്ടേഴ്സിന് പ്രശ്നമില്ല. എന്തുകൊണ്ടാന്ന് ചോദിക്ക്. എന്തുകൊണ്ടാ? നമ്മുടെ കൂടെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ 19 വയസ്സിലൊക്കെ അഭിനയത്തിൽ വന്നു. എൻ്റെ കൂടെ അച്ഛനോ അമ്മയോ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏത് ജോലിയിൽ കൊണ്ടുപോകാൻ പറ്റും? മോളിപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? വിപ്രോയിൽ അച്ഛനും അമ്മയെ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോയി അടുത്ത് കസേരയിട്ട് ഇരുത്താൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു ജോലിയിൽ അച്ഛനെയോ അമ്മയോ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആയെ കൊണ്ടുപോകാൻ പറ്റും. ആണോ? അങ്ങനെ ഒരു സൗകര്യം ഏതൊരു ജോലിക്കുണ്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഈ ഒരു ജോലിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ? അതെ, അല്ലേ? അത്രയും സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ആരുടെ കുഴപ്പം? അത് അതെ, ചേച്ചി പറയുന്നത്, ഇവരൊക്കെ പറയുന്നത് ഹോട്ടൽ റൂമിലോട്ട് വിളിച്ചു വരുത്തി ആ ടൈമിൽ പാരന്റ്സിനെ കൂട്ടി പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് അല്ലേ? അല്ലേ? ഹോട്ടൽ റൂമിൽ എന്തിനാ വിളിച്ചു വരുത്തി? അല്ല, ഇപ്പൊ ഒരാൾ ഹോട്ടലിലേക്ക് ഒരു ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ വിളിച്ചാൽ അത് എൻ്റെ ഇഷ്ടമല്ലേ? ചായ കുടിക്കാൻ പോണോ കോഫി കുടിക്കാൻ പുള്ളിയുടെ പോണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ? അതെ. ചോദിക്കാനൊക്കെ അല്ലേ പറ്റൂ ഒരാൾക്ക്. അതെ. ആർക്ക് നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് നിർബന്ധമായി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഒരിടത്തും. അവിടെ പോണെങ്കിൽ അത് എൻ്റെ തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് പോയിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതിൽ ഒരു കാര്യമില്ല, അല്ലേ? പിന്നെ ഇപ്പം ഓഡീഷന് വിളിച്ചു, നമ്മുടെ അമ്മയും അച്ഛനെ കൊണ്ടുപോകാമല്ലോ കൂടെ. കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവരുത്. അത്രയല്ലേ ഉള്ളൂ. പോവരുത്. കാരണം ക്യാമറയുടെ മുമ്പിൽ ഓൺ ചെയ്ത് വെച്ച് ക്യാമറയുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ക്യാമറയുടെ തൊട്ട് പുറകിൽ നമ്മുടെ പേരൻസ് നിൽക്കാം. ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, ക്യാമറയുടെ പുറകിൽ നമ്മുടെ പേരൻസ് നിൽക്കാം. ആണോ? അല്ലേ? അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ ഉറപ്പായിട്ടും പേരൻസിനെ കൂടെ കൊണ്ടുപോകാം, അല്ലെ ഒരു ബ്രദറിനെ കൊണ്ടുപോകാം, അല്ലെ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ടിനെങ്കിലും കൊണ്ടുപോകാം. ഒറ്റയ്ക്ക് പോകുന്ന എന്തിനാ? അല്ലേ? അത്രേ ഉള്ളൂ. വളരെ വ്യക്തമായിട്ടും ക്ലിയർ അത്രേ ഉള്ളൂ.
അതല്ലാതെ നമ്മൾ ഈ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഒരു ഇത്രയും നന്നായിട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയെ ഇങ്ങനെ എന്താ ഒന്നടങ്കം വളരെ ശരിയാ, ഇതൊരു മോശമായി ന്യൂസ് അല്ലേ, ഒന്നോ ചിത്രീകരിക്കുക രണ്ടോ എന്ന് പറയുന്നത് ദിവസത്തേക്കെങ്കിൽ പോലും. വളരെ മോശം. അത്രേ ഉള്ളൂ. ഇതൊരു നല്ല ഇൻഡസ്ട്രിയാണ്. ധൈര്യമായിട്ട് പെൺകുട്ടികൾക്ക് വന്ന് ജോലി ചെയ്യാം. ഒന്ന് മാത്രം ഞാൻ പറയാം, ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. ഇപ്പോൾ എൻ്റെ 2 മക്കൾക്കും 2 പേർക്കും സിനിമയിൽ അവസരം വന്നതാണ് ഹീറോയിനായിട്ട് ചെയ്യാൻ വേണ്ടി, 2 പേര്. പക്ഷെ ഞാൻ പറഞ്ഞത് പഠിച്ച് ആദ്യം ബേസിക് എഡ്യൂക്കേഷൻ പഠിച്ച് 2 പേരും സ്റ്റാൻഡ്, അവർക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതുവരെയും. പഠിച്ച് ഒരു ഇതല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ഉണ്ട് എൻ്റെ കയ്യിൽ, ഒരു ഡിഗ്രി ഉണ്ട് എൻ്റെ കയ്യിൽ എന്നുള്ളൊരു ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമ്മൾക്ക് ഇതില്ലേലും നാളെ, കാരണം ഇത് എന്ന് പറയുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഭാഗ്യ പരീക്ഷണമാണ് അല്ലേ, കിട്ടിയ കുട്ടി ഇല്ലെങ്കിൽ ചട്ടി. പക്ഷെ ഇതില്ലേലും നമുക്ക് ജീവിക്കാനുള്ളൊരു മാർഗം നമുക്ക് വേണം. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് പോകാന്നുള്ളൊരു ഉപദേശമാണ് എനിക്ക് കൊടുക്കാനുള്ളത്. അപ്പം നമുക്ക് ആരെങ്കിലും ഒരാൾ മോശമായിട്ട് പറഞ്ഞാലും നീ പോടേ, എനിക്ക് വേറെ ജോലി ചെയ്യാൻ അറിയാടേ, കറക്റ്റാണ് അല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു സ്റ്റാൻഡ് എല്ലാ കുട്ടികളും എടുത്തു കഴിഞ്ഞാൽ എവിടെയും ഒന്നും സംഭവിക്കാൻ പോണില്ല. നമ്മൾ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്, അതാരായാലും.